ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗാർഡൻ ഡെക്കറേറ്റീവ് പീസാണ് കാണിക്കാൻ പോകുന്നത്. ഒരു PVC പൈപ്പിൽ നമ്മുടെ ടേർട്ടിൽ വൈൻ, എവർഗ്രീൻ ടേർട്ടിൽ വൈനും അത് നമ്മൾ ഹാങ് ചെയ്യുന്നൊരു സംഭവം കാണിച്ചിരുന്നു മുന്നേ. അപ്പോൾ ആ ഒരു വീഡിയോക്ക് ഒരുപാട് വ്യൂ കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കുറേ പേര് ചോദിച്ചിരുന്നു. അതിൻ്റെ അപ്ഡേഷനും കൂടെ അതിൽ കുറച്ച് ചേഞ്ചസും കൂടെ വരുത്തിയിട്ട് ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ പുതിയ ചാനൽ ഈസി ടീച്ചിങ് എന്ന് പറയുന്ന ചാനൽ, ഈസി ടീച്ചിങ് ബൈ മുബഷിറ ഫാറൂഖ്, കാണാത്തവർ കണ്ടു നോക്കുക. നിങ്ങളെ ഫുൾ സപ്പോർട്ട് അതിനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ടീച്ചിങ് ആണ് അതിൽ മെയിനായിട്ടുള്ളത്, അതുകൊണ്ട് ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ അന്ന് ചെയ്തിരുന്ന ആ ഒരു വീഡിയോയുടെ സ്റ്റാറ്റസ്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ഇപ്പോൾ ഇതിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ എവർഗ്രീൻ ടേർട്ടിൽ വൈന് കാണാൻ ഒരു ലുക്കില്ല, കാരണം ഇവിടെ നല്ല വെയിലാണ്, നന്നായിട്ട് വെയിൽ ഇതിലേക്ക് വരും. അപ്പോൾ വെയിൽ കംപ്ലീറ്റ് വരുന്നതുകൊണ്ടും പിന്നെ നമ്മളിത് പുറത്താണല്ലോ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് മഴയും നന്നായിട്ട് കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ലുക്ക് എവർഗ്രീൻ അത്ര പോരാ. പിന്നെ അത് മണ്ണിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നന്നായിട്ട് പടർന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എവർഗ്രീൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെയിലും മഴയും കൊള്ളുന്ന ഭാഗത്ത് വെക്കാതിരിക്കുക. രാവിലെയും വൈകിട്ടത്തെയും വെയിൽ മാത്രം അതിലേക്ക് കൊള്ളുന്ന രൂപത്തിലായിരിക്കണം ഇത് നമ്മൾ ഹാങ് ചെയ്ത് വെക്കുമ്പോൾ ചെയ്യേണ്ടത്. മണ്ണിൽ പടർത്തി വിടുകയാണെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ട് പുല്ല് പോലെ അത് ലാൻഡ്സ്കേപ്പിൽ ഫുള്ളായിട്ട് അത് പടർന്നു പോയിക്കോളും. അപ്പോൾ കുഴപ്പമൊന്നും സംഭവിക്കില്ല. ഹാങ് ചെയ്യുന്ന സമയത്ത് വെയിലിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. രാവിലെയും വൈകിട്ടും മാത്രമേ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഹാങ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പക്ഷേ നമ്മുടെ കൊളീഷ്യ റിപ്പൻസിന് അതൊന്നും കുഴപ്പമില്ല, മഴയും വെയിലും ഒക്കെ സഹിച്ചുകൊണ്ടത് മുന്നോട്ട് പോയിക്കോളും. അപ്പോൾ നമ്മളിവിടെ ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇനി ഈ ഒരു ഹാങ് ചെയ്യുന്ന സംഭവത്തിലേക്ക് നമ്മൾ കൊളീഷ്യ റിപ്പൻസിനെ കംപ്ലീറ്റ് കൊടുക്കാം. പിന്നെ ചെറിയ രീതിയിലൊരു ലാൻഡ്സ്കേപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ. അപ്പോൾ നോക്കാം. നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് കിട്ടുന്നതിന് വേണ്ടി PVCയിൽ ഒരു കയറ് കെട്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു കമ്പും കൂടെ കെട്ടിയിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടേക്ക് നമുക്ക് വേണ്ട രൂപത്തിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നിരത്തി കൊടുക്കാം. പിന്നെ ചെയ്തത് നമ്മുടെ ഈ PVCയിൽ നമ്മൾ മുന്നേ എവർഗ്രീൻ ടേർട്ടിൽ വൈൻ ഹാങ് ചെയ്തിരുന്നു, അതൊക്കെ ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിലൊക്കെ ഒന്നും കൂടെ നമ്മുടെ കൊളീഷ്യ റിപ്പൻസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആ PVCയിൽ കൊളീഷ്യ റിപ്പൻസിനെയാണ് ഇനി കടത്തി വിടുന്നത്. ഇനി നമ്മുടെ ലാൻഡ്സ്കേപ്പിലും കുറച്ച് കൊളീഷ്യ റിപ്പൻസിൻ്റെ പീസസ് വെച്ച് കൊടുക്കുകയാണ്. വളരെ ചെറിയ ചെറിയ പീസാക്കി വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് പിടിച്ചോളും. പിന്നെ ബോർഡറിൽ കുറച്ച് തെച്ചിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് 2 കളറ് തെച്ചിയാണ്, ഒന്ന് ലൈറ്റ് റോസും റെഡ് കളറ് തെച്ചിയാണ്. നല്ല ബൊക്കെ പോലെ നിൽക്കുന്ന തെച്ചിയാണ്, അതിൻ്റെ ചെറിയ കമ്പുകൾ. അപ്പോൾ അതൊക്കെ വേര് പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്തോളും. പിന്നെ അതുപോലെ നമ്മുടെ ഈ ടോർണിയ പ്ലാന്റ് ഉണ്ടല്ലോ, കാക്കപ്പൂ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് ഈ ഒരു ടോർണിയ പ്ലാന്റ്. ഒരു കെയറിങ്ങും ആവശ്യമില്ല. പിന്നെ ഇത് നടുന്ന സമയത്ത് നമ്മൾ മഴക്കാലത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വേര് പിടിക്കും, നന്നായിട്ട് തന്നെ അത് ഫ്ലവർ ചെയ്യുകയും ചെയ്യും. നല്ല അടിപൊളി ഒരു പ്ലാന്റാണ്, ഒരു കെയറിൻ്റെ ആവശ്യമില്ല. വെയിലാണ് ഇതിന് ചെറിയൊരു പ്രശ്നമുള്ളൂ. വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക, പെട്ടെന്ന് വാടിപ്പോകും, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ നന്നായിട്ട് തന്നെ ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഈ കാക്കപ്പൂ. ഇത് കുറച്ച് ചെറിയ ചെറിയ പീസസ് എടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൂട്ടായിട്ട് വെച്ച് കൊടുത്താലും പെട്ടെന്ന് തന്നെ നല്ല കൂട്ടത്തോടെ തന്നെ ഇത് വളർന്നു വന്നോളും. അപ്പോൾ നമ്മുടെ തെച്ചിയുടെ കൂടെ ഇതും കുറച്ച് ബോർഡറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്ലവറിങ്ങും അതിൻ്റെ കൂടെ കിട്ടും. പിന്നെ കുറച്ച് പെബിൾസ് വെച്ചിട്ട് ഇതിൻ്റെ ബോർഡർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പെബിൾസ് കളക്ട് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ചെറുതായിട്ട് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു.
ഇതിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് എവർഗ്രീനും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ലാൻഡ്സ്കേപ്പിൽ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡ്സ്കേപ്പിൽ ഇത് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് നല്ല പച്ച കളറിൽ തന്നെ അത് പടർന്ന് പിടിച്ച് വരും. നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്ത് നിരത്താണ് ഇനി ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പോൾ നമ്മളിത് ചെറിയ ചെറിയ പീസസൊക്കെ എടുത്തിട്ട് ചുമ്മാ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് മണ്ണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറാണ് ഇത് കഴിഞ്ഞ് വന്നപ്പോഴേക്കിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് 10 മണിപ്പൂവാണ്. അതിങ്ങനെ മടഞ്ഞിട്ട് വെച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ അതിപ്പോൾ മഴയായതുകൊണ്ട് അതിൽ ഫ്ലവറിങ് കുറവാണ്. അപ്പോൾ അതെടുത്ത് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെയും കൂടെ നമുക്ക് കൊളീഷ്യ റിപ്പൺസ് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഈ രൂപത്തിൽ നമ്മളെ പ്ലാന്റ്സൊക്കെ വളർന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും നല്ല രൂപത്തിൽ ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നു തുടങ്ങും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ബോർഡർ ചെയ്തെടുത്ത ഭാഗം വരെ ഇത് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിരത്തുകയാണ് ചെയ്യേണ്ടത്. കൂടുതൽ പരന്ന് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ ഗാർഡനെ അട്രാക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഗാർഡനിങ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാം. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് ഉപകരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.